ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഇന്ന് ഒരു തട്ടുകട സ്റ്റൈൽ ബജ്ജി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 6 മുട്ട ആദ്യം തന്നെ നമുക്ക് പുഴുങ്ങാനായിട്ട് വെക്കാം. നമ്മുടെ മുട്ട നല്ലപോലെ തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 2-3 സെക്കൻഡ് കൂടെ അങ്ങനെ ഇരിക്കട്ടെ. മുട്ട തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഒരു സോസ് ചട്നി റെഡിയാക്കണ്ടേ, അത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സവോള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഇതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. ഒരു സവോളയ്ക്ക് ഒരു തക്കാളി, അത് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. സോസ് നമുക്ക് റെഡിയാക്കി വെക്കാം. നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടാറില്ലേ, ഏത് ബജ്ജിയുടെയും കൂടെ ഒരു സോസ് കിട്ടാറില്ലേ, തക്കാളി സോസ്, അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു നുള്ളു പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ വിനീഗർ, ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് വരാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചട്നിക്കകത്ത് ഒരു കളറിന് വേണ്ടിയിട്ടൊരു ലേശം പിരിയമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അതിന് ആദ്യം അടിയെ മറന്നുപോയി. ഒരു 1/4 സ്പൂൺ പിരിയമുളക് പൊടി, ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ അരച്ചെടുത്തിട്ട് വരാം. നമ്മൾക്കിതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 സ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 സ്പൂണ് പിരിയമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ ബാറ്റർ പോലെ ആയിട്ടിട്ടുണ്ട് കേട്ടോ. അത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് കടൽമാവ് ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ. അത് നല്ലപോലെ കൈ കൊണ്ട് നമ്മൾ കട്ടയില്ലാതെ എടുക്കണേ. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരുന്ന മുട്ട ഓരോ പീസായിട്ട് എടുത്തത് മാവിൽ മുക്കി നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു കണ്ടോ. 2-3 പീസ് കോളിഫ്ലവർ ഉപ്പിട്ടൊന്ന് വേവിക്കാൻ വെച്ചിരിക്കുകയാണേ. ബാക്കി ഉണ്ടായിരുന്ന മാവിൽ കുറച്ച് കോളിഫ്ലവർ നമ്മൾ ആദ്യം ഉപ്പിട്ടൊന്ന് വേവിച്ചു, ഒരു 2-3 സെക്കൻഡ്. എന്നിട്ട് ആ മാവിലോട്ട് നേരെ മുക്കി പൊരിച്ചെടുത്തു. ഇപ്പോൾ കോളിഫ്ലവർ ആണെങ്കിലും ഇങ്ങനെ ചെയ്യാം, പൊട്ടറ്റോ ചെയ്യാം, പച്ചക്കായ ചെയ്യാം, ബജ്ജിമുളക് ചെയ്യാം. ഈ ഒരു മാവിൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും ആ സോസും ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ വൈകുന്നേരത്തെ ചായ കൂടി സൂപ്പർ. അങ്ങനെ നമ്മുടെ ബജ്ജി എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുട്ട ബജ്ജി വീട്ടിലുണ്ടാക്കി നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.